മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഏതാണ്ട് ഒരു വർഷം മുമ്പ് ഭാരത പ്രധാനമന്ത്രി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞ് അന്ന് HRD മിനിസ്റ്ററായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത സ്മൃതി ഇറാനി അവരെക്കുറിച്ച് ഞാനൊരു കമന്റ് പറഞ്ഞിരുന്നു. ഞാൻ CSIRലാണ് കുറേ കാലം വർക്ക് ചെയ്തിരുന്നത്. ആ CSIRലെയും അതുപോലെ തന്നെ ICAR, ICMR, യൂണിവേഴ്സിറ്റി, IIT, സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, ഇവിടെയെല്ലാമുള്ള ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തികളെ കൈകാര്യം ചെയ്യാൻ ഏതാണ്ട് +2 ഡിഗ്രി മാത്രമുള്ള സ്മൃതി ഇറാനി എന്ന ഒരു സ്ത്രീക്ക് സാധ്യമല്ല. അല്ലെങ്കിൽ ആ സ്ഥാനത്ത് അവർക്ക് എത്ര കപ്പാസിറ്റി ഉണ്ടെങ്കിലും അവരായിരുന്നില്ല യോജിച്ച വ്യക്തി എന്ന് ഞാൻ കമന്റ് പറഞ്ഞിരുന്നു. കുറെ വ്യക്തികൾ അനുകൂലിച്ചും അനുകൂലിച്ചവരെക്കാൾ കൂടുതൽ വ്യക്തികൾ എൻ്റെ കമന്റിനെ എതിർത്തുകൊണ്ടും യൂട്യൂബിൽ അവരുടെ അഭിപ്രായങ്ങൾ എഴുതി. യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന്, മറ്റൊരർത്ഥത്തിൽ ഞാൻ പറഞ്ഞത് ശരിയല്ല എന്ന് എനിക്ക് ഇന്നലെ മനസ്സിലായി. ഒരാള് എനിക്ക് സ്മൃതി ഇറാനിയുടെ സ്പീച്ച് ലോക്സഭയിൽ നടത്തിയ അവരുടെ സ്പീച്ച് ലിങ്ക് അയച്ചു തരികയുണ്ടായി. ഞാനത് മുഴുവനും കേട്ടു. ഏപ്രിൽ 27 ലോക്സഭയിൽ നടത്തിയ സ്പീച്ച് ഏതാണ്ട് 25 മിനിറ്റിൽ കൂടുതലുണ്ടായിരുന്നു. ഓരോ തീരുമാനങ്ങളും അവരെടുത്തത് ICHRല് കോൺഗ്രസിന്റെയും CPIയുടെയും ആൾക്കാരെ നിലനിർത്തിയത്, നോർത്ത് ഈസ്റ്റിലെ വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിൽ സ്റ്റൈപ്പൻഡ് അറേഞ്ച് ചെയ്തത്, ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ പ്രോബ്ലം പരിഹരിച്ചത്, ഗവൺമെന്റ് അനുവാദമില്ലാതെ IIT വിദേശത്ത് അവരുടെ എക്സ്റ്റൻഷൻ സെന്റർ തുടങ്ങിയത്, അതുപോലെ ICHRലെ ചെയർമാനെ നിശ്ചയിച്ചത്, സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ വരുത്തിയ മാറ്റം, ജാതിയോ മതമോ ഇസമോ നോക്കാതെ അവർ ചെയ്ത ഓരോ കാര്യവും, അതേപോലെ കപിൽ സിബലും ശശി തരൂരും പറഞ്ഞതും ചെയ്തതിൻ്റെയും തെറ്റുകളും വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം കയ്യിൽ ഒരു പേപ്പറും ഇല്ലാതെ പലതും ഡോക്യുമെന്റ് റഫറൻസിന് മാത്രം കാണിച്ചു കൊടുത്തുകൊണ്ട് അവർ പ്രസന്റ് ചെയ്ത രീതി കേട്ടപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഏതാണ്ട് ഒരു വർഷം മുമ്പ് അവരെക്കുറിച്ച് പറഞ്ഞത് തെറ്റാണ് എന്ന്. അതുകൊണ്ട് ഇന്നലെ വൈകുന്നേരം സ്മൃതി ഇറാനിയുടെ ആ ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ലോക്സഭയിലെ പ്രസന്റേഷൻ കേട്ട ഉടനെ തീരുമാനിച്ചു ഇന്ന് അതിനെക്കുറിച്ചാണ് നിർബന്ധമായിട്ടും ഇംഗ്ലീഷിലും മലയാളത്തിലും വിവരിക്കേണ്ടത് എന്ന്. സ്മൃതി ഇറാനിയുടെ ഏത് വിലയിരുത്തലുകൾ ഞാൻ നടത്തിയാലും അതിനേക്കാളും നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു അവരുടെ യൂട്യൂബിലുള്ള ആ അപ്ലോഡഡ് മെസ്സേജില് അവർ ലോക്സഭയിൽ സംസാരിക്കുന്നതിന്റെ ചുവട്ടിൽ കൊടുത്തിരിക്കുന്ന കമന്റുകൾ, അതില് ഞാൻ നോക്കിയെടുത്തോളം ഒരു കമന്റ് പോലും നെഗറ്റീവ് ഇല്ല. ഒറ്റ കമന്റ് പോലും നെഗറ്റീവ് ഇല്ല. ലാസ്റ്റിൽ ഒരാൾ കൊടുത്തിട്ടുണ്ട്, ഹൂ ഈസ് ദിസ് ലേഡി, വാട്ട് ഷീ ഈസ് ടെല്ലിംഗ് എന്നൊരു ചോദ്യം ചോദിച്ചത് ഒഴികെ ബാക്കിയെല്ലാം പക്ക കമന്റുകളാണ്. ആ കമന്റുകൾ ഞാനൊന്ന് വായിക്കാം. കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള ആദ്യത്തെ കുറച്ച്. ഷൈല എന്ന് പറയുന്ന സ്ത്രീ സ്മൃതി ഇറാനിയുടെ സ്പീച്ചിനെ കുറിച്ച് പറയുന്ന, ഷീ റൈറ്റ്ലി പുട്ട് ദ ലെഫ്റ്റ് വിങ് ആന്റി ഇന്ത്യൻ ക്രീച്ചേഴ്സ് ഇൻ ദയർ പ്ലേസ്. ജോൺ സ്മിത്ത് എന്ന് പറയുന്ന ആള് എഴുതിയിരിക്കുന്നത്,
Kapil Sibal, bracketile zero loss theory. Learn something from this woman. Now I know why do many politicians, paid media and so on are against her. If they don't stop her, then she would be the future Prime Minister of India. Smriti Irani, who knows Indian culture and modern society and know how to work tough. I mean to say that she has skills and ability to run this country after Modi. ഇതൊരു ജോൺ സ്മിത്ത് എന്ന് പറയുന്ന ആൾ പറഞ്ഞിരിക്കുന്നതാണ്. ഉദയകുമാർ എന്ന് പറയുന്ന ആൾ പറഞ്ഞിരിക്കുന്നത് ഏവ് സം സ്പീച്ച്. സത്യപ്രദ എന്ന് പറയുന്ന ആൾ പറഞ്ഞിരിക്കുന്നത് ദിസ് വൺ വിൽ ഗോ എ ലോങ് വേ. എനിവൺ സീ എ ഫ്യൂച്ചർ PM other than Modi? Patra trip. Woman has potential to go a long way. Probably the first sharp, wise, well-spoken and learned woman PM of future India. Unlike Indira Gandhi, other bracket. Unlike Indira Gandhi, bracket. Amit Srivastava കൊടുത്തിരിക്കുന്ന comment. When Smriti started speaking, everyone went silent. She spoke facts, figures and convictions. The silence was defaming roar of claps. Kiran എന്ന് പറയുന്ന ആൾ കൊടുത്തിരിക്കുന്നത് this reminded facts, exhibiting with no fear of opposition voice. Badan Prasad കൊടുത്തിരിക്കുന്നത് did you see future PM in her? Deepthi കൊടുത്തിരിക്കുന്നത് what a treat to watchers, factual based speech. Vikram Goyal കൊടുത്തിരിക്കുന്നത് when you hear a speech like this, you know that the HRD ministry is going in the right direction. What a speech, G. വേറൊരാൾ കൊടുത്തിരിക്കുന്നത് you are a great lecturer and have temple of knowledge on your job. വേറൊരാൾ കൊടുത്തിരിക്കുന്നത് വാ क्या बात है हे जी, क्या बात है भाई. ഇങ്ങനെ കുറച്ചെണ്ണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ എടുക്കാൻ കാരണം അസാധാരണമാം വിധത്തിൽ എതിർപ്പുകളുമെല്ലാം അവർക്കുണ്ടായിരുന്നു തുടക്കത്തിൽ. അവരതിനെ ഒന്നും ബോധർ ചെയ്യാതെ അതിശക്തമായ രീതിയിൽ കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പലപ്പോഴും പത്രമാധ്യമങ്ങളിൽ വരാറുമില്ല. പത്രമാധ്യമങ്ങൾ എപ്പോഴും പ്രശ്നങ്ങളെയും ഒടക്കുകളെയും നെഗറ്റീവുകളെയുമാണ് പ്രൊജക്റ്റ് ചെയ്യാറുള്ളതെന്ന് തോന്നുന്നു. അതിന്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു ഇതുമാതിരിയുള്ളത് ചെയ്തത്. അവർ കുറേ കാര്യങ്ങൾ പറയുകയുണ്ടായി. വളരെയധികം പ്രധാനമന്ത്രിയുടെ നേരിട്ട് കുട്ടികളുമായിട്ടുള്ള സംവാദത്തിൽ 9 കോടി കുട്ടികൾ പങ്കെടുത്തു എന്നും 4 ദിവസം കൊണ്ടാണിത് തീരുമാനിച്ചതെന്നും അങ്ങനെ ഓരോ കാര്യങ്ങളും അവര് വളരെ വ്യക്തമായി പറഞ്ഞപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഇരുത്തേണ്ടവരെ ഇരുത്തേണ്ട സ്ഥാനത്ത് ഇരുത്തേണ്ടവര് ഇരുത്തിയാൽ, ഇരുന്നവര് ഇരുത്തേണ്ടവരെ ഇരുത്തേണ്ട സ്ഥാനത്തിരുത്തി, ആ ഇരുന്നവര് കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ടതുപോലെ കൊടുക്കേണ്ട സമയത്ത് കൊടുത്ത്, എടുക്കേണ്ട തീരുമാനം എടുക്കേണ്ടതുപോലെ എടുക്കേണ്ട സമയത്ത് എടുത്തു കഴിഞ്ഞാൽ ഈ നാട്ടിലെ 125 കോടി ജനതയും നന്മയിലേക്ക് പോകും. ഒരു പക്ഷേ കുറേ പത്രങ്ങളും കുറേ മാധ്യമങ്ങളും ആർക്കെങ്കിലുമൊക്കെ എതിരാണെങ്കിലും ഇരിക്കുന്നിടത്തോളം കാലം ധന്യമായി ആ സ്ഥാനത്ത് നന്മ ചെയ്യാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് സ്മൃതി ഇറാനി എന്ന് അവരുടെ പ്രവൃത്തികൾ അവർ സ്പീച്ചിലൂടെ വിവരിച്ചത് വളരെ വ്യക്തമായി കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പണ്ട് അവരെ വിലയിരുത്തിയ രീതി തെറ്റായിരുന്നു എന്നും അത് വളരെയധികം ദുഃഖത്തോടുകൂടി ആ വിലയിരുത്തൽ ഞാൻ പിൻവലിക്കുകയും ചെയ്യുന്നു. പ്രണാമം, നമസ്കാരം.